നമസ്കാരം. കേരളീയ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏവർക്കും അറിയാം, മാരകമായ മയക്കുമരുന്നെന്ന ലഹരിയുടെ ഉപയോഗവും അതുപോലെ അതിനെ തുടർന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും അക്രമവാസനകളും. സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ബോധവൽക്കരണം നിരവധി മേഖലകളിൽ നിന്ന് നടക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിലായാലും സ്വകാര്യ മാധ്യമ രീതികളിലായാലും നിരവധി ബോധവൽക്കരണവും ക്യാമ്പയിനുകളും എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും അനുദിനം നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ലഹരിയുടെ ഉപയോഗം, ഈ കുറ്റകൃത്യങ്ങൾ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കേരള സമൂഹം പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇത്രയും ബോധവൽക്കരണങ്ങൾ നടന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു വർധനവിലേക്ക് ഇത് പോകുന്നു? സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തയ്ക്ക് പാത്രമാകേണ്ട ഒരു വിഷയമാണിത്. അതിൻ്റെ മൂല കാരണങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു വസ്തുത, ഒരു അധ്യാപകൻ എന്ന രൂപത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ താൽക്കാലികമായ ഒരു പരിഹാരം എന്ന വണ്ണം ഒരു തൊലിപ്പുറത്തെ ഒരു ചികിത്സ മാത്രമായി ഒതുങ്ങുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിനുപരിയായി ആ മൂല കാരണങ്ങളിലേക്ക് കണ്ടെത്തി അതിനെ പ്രതിരോധിക്കുന്ന, അതിനെ തടയത്തക്ക രീതിയിലുള്ള മാർഗങ്ങളിലേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ചാത്തനാംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്രം ഹൈസ്കൂൾ വിഭാഗം അധ്യാപകനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഈ ലഹരിയുടെ ഉപയോഗം എത്രമാത്രം ബോധവൽക്കരണങ്ങളായാലും എത്രമാത്രം ക്യാമ്പയിനുകളായാലും നടക്കും തോറും അതിൻ്റെ ഉപയോഗം വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു സമൂഹമെന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടത്, ചിന്താ വിഷയമാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മൂല കാരണങ്ങൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായൊരു വിഷയം. ഇതുപോലെ ഒരു വിഷയം നടക്കുമ്പോൾ അല്ലെങ്കിൽ താൽക്കാലികമായൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ തൊലിപ്പുറത്തൊരു ചികിത്സ നടത്തി അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെതിരെ ഒച്ച വെക്കും. മാധ്യമങ്ങളായാലും അതുപോലെ സർക്കാർ സംവിധാനങ്ങളായാലും ഒച്ച കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. വീണ്ടും അടുത്ത ഒരു പ്രശ്നം ഉണ്ടാകുന്നിടം വരെയും ആ കൂർക്കം വലി, ഉറക്കം തുടരുന്ന ഒരവസ്ഥ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കും. എനിക്ക് വളരെ ദയനീയമായ അവസ്ഥയിൽ പറയാനുള്ളത്, ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഈ ഒരു അലസ മനോഭാവം, ഈ ഉറക്കം നമ്മൾ ഒരിക്കലും നടിക്കാൻ പാടില്ല. ആ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കണം. അതായത് കേരളത്തിലെ എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് നമ്മൾ വളരെ എഫക്റ്റീവായ ബ്രേക്ക് ദ ചെയിൻ എന്ന ഒരു പദ്ധതി ഇന്ത്യക്ക് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. അതേ മാതൃകയിൽ മയക്കുമരുന്നിനെതിരെ ഒരു ബ്രേക്ക് ദ ചെയിൻ സ്വാഭാവികമായിട്ടും നമ്മൾ ആരംഭം കുറിക്കേണ്ട സമയമായിരിക്കുന്നു. കേരള പ്രൈം ടുഡേ എന്ന ഈ ഒരു ഓൺലൈൻ ചാനൽ ഈ ബ്രേക്ക് ദ ചെയിൻ, മയക്കുമരുന്നിനെതിരെയുള്ള ബ്രേക്ക് ദ ചെയിൻ എന്ന ആ ഒരു ചെയിൻ്റെ ഒരു കണ്ണിയായ ഒരു പ്രോജക്റ്റാണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്ന കാര്യത്തിൽ ഞാൻ അഭിമാനപൂർവ്വം അതിൻ്റെ സാരഥികളെ അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആമുഖമായി ഞാൻ നേരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് അതിൻ്റെ ഭവിഷ്യത്ത് വന്നെത്തുന്നത് യുവതലമുറയിലേക്കാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്കാണ്. യുവതലമുറ എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ, അല്ലെ വിദ്യാർത്ഥികളെന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, കേരളത്തിൽ തന്നെ വിവിധങ്ങളായ ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ചികിത്സ തേടുന്നു എന്നുള്ളത് ഈ വിദ്യാർത്ഥികളിലേക്കുള്ള ഇതിൻ്റെ വ്യാപനം എത്രമാത്രം രൂക്ഷമാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മുതിർന്നവർ, അടുത്ത ഒരു തലമുറയുടെ ഭാവിയെക്കുറിച്ച് പോലും, ഈ ഭാവി എന്താണെന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മളുടെ പോക്ക്. അടുത്ത ഒരു തലമുറ എന്ന് കൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ മുതിർന്ന തലമുറ
ഒരു 50 വയസ്സിന് ശേഷം പ്രായമുള്ളവരൊക്കെ ലഹരിക്കായിട്ട് അവർ മദ്യം ഉപയോഗമുണ്ട് എന്ന് നമുക്കറിയാം. ലഹരി ഉപയോഗിക്കുന്നവരിൽ ഈ മദ്യത്തിൽ ലഹരി അത് അംഗീകൃതമായ അളവിൽ ചേർത്തുകൊണ്ട് ഗവൺമെൻറ് സംവിധാനങ്ങളിൽ കൂടെ തന്നെയാണ് അവർക്കത് എത്തുന്നത് എങ്കിൽ യുവാക്കളിലും വിദ്യാർത്ഥികളിലും ഈ മയക്കുമരുന്ന് എത്തുന്നത് ഒരു രീതിയിലും സാമ്പത്തിക ലാഭം മാത്രം നോക്കിക്കൊണ്ട് രാസലഹരികൾ MDMA ആണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടങ്ങളിലെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് രാസലഹരി. അത് ഞാൻ വീണ്ടും പറയുന്നു, സാമ്പത്തികമായ ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇതിൻ്റെ പിറകിൽ നിൽക്കുന്ന കുറേ അധികം പേർ ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഇവരെ അല്ലെങ്കിൽ ആ ഒരു ഓളത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രായം എന്തെന്നറിയാം. ആ ചെറു പ്രായത്തിൽ തന്നെ ഇതിലേക്ക് വന്ന് ഭവിക്കുമ്പോൾ അവരുടെ മാനസിക നിലയെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ഭാവിയിലുണ്ടാകുന്ന, എങ്കിലും പെട്ടെന്ന് അവരിലേക്കുണ്ടാകുന്നത് മാനസികമായ വെല്ലുവിളികളാണ്. ഈ മാനസിക വെല്ലുവിളികൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു അമ്മ വെളിപ്പെടുത്തുന്നുണ്ടായി. മകൻ രാത്രിയിൽ വളരെ വൈകി വീട്ടിലെത്തുമ്പോൾ, അതായത് മയക്കുമരുന്ന് ഉപയോഗത്തിന് ശേഷം വളരെ വൈകി എത്തുമ്പോൾ കതവ് തുറന്നു കൊടുക്കാൻ ആ അമ്മയ്ക്ക് ഭയമാണ്. നമ്മൾ കേരളം കേട്ടതാണ്. കതവ് തുറന്നു കൊടുക്കാൻ ആ അമ്മയ്ക്ക് ഭയം കൊണ്ട് ആ അമ്മ ഉദ്ദേശിച്ചത് ആ സമയത്ത് മകൻ അമ്മയായിട്ടല്ല കാണുന്നത് എന്ന വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ് കേരള സമൂഹത്തിന് ഇട്ട് തന്നത്. അതായത് മാതൃത്വത്തെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ, യുവതലമുറ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വിഷമകരമായ, ഏറ്റവും വ്യാകുലപ്പെടേണ്ടതായ ഒരവസ്ഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ഈ പല കാരണങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ഒറ്റപ്പെടലുകളാകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമാകാം, കൂട്ടുകുടുംബത്തിൻ്റെ അഭാവം, അണുകുടുംബത്തിലേക്കുള്ള കയറൽ മൂലം ആ കുട്ടികൾക്കുണ്ടാകുന്ന ഏകാന്തതയാകാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ഒരധ്യാപകൻ എന്ന രീതിയിൽ നിരവധി വർഷങ്ങളായിട്ട് കുട്ടികളെ കാണുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എനിക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. അതായത് ഒരു വീട്ടിൽ നിന്ന് അവന് കിട്ടുന്ന ഒരു മാനസിക പിന്തുണ, അതിൻ്റെ അഭാവമാണ്, അവിടെയാണ് പരാജയത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ഒരു അധ്യാപകനായതുകൊണ്ടാണ് ഞാൻ അധ്യായത്തിൻ്റെ കണക്കൊക്കെ പറയുന്നത്. ആ പരാജയത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത് വീട്ടിൽ വെച്ച് അവന് മാനസികമായ ഒരു പിന്തുണ കിട്ടുന്നില്ല എന്നൊരവസ്ഥയിലാണ് എന്ന് ഒരധ്യാപകൻ എന്ന രൂപത്തിൽ ദൂരെ നിന്ന് ഞാൻ നോക്കിക്കാണുകയാണ്. ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ജനിച്ച് വീഴുമ്പോൾ തന്നെ അനുകരണങ്ങൾ, മാതൃകകളെ അനുകരിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ആ തിരിച്ചറിവ് തുടങ്ങുമ്പോൾ തന്നെ അച്ഛനെയാണ് അവരനുകരിച്ച് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അമ്മയാണ് അനുകരിച്ച് തുടങ്ങുന്നത്. അച്ഛൻ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അമ്മ എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്, അത് അനുകരിച്ചുകൊണ്ടാണ് അവർ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അച്ഛനിലേക്ക് ഒരു അനുകരണം ചെന്നെത്തുമ്പോൾ വൈകുന്നേരങ്ങളിൽ അച്ഛൻ വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളം വെക്കുന്ന ഒരാളാണെങ്കിൽ ആ കുഞ്ഞ് മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വ്യതിചലനം നമുക്ക് ഉറപ്പായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, വീക്ഷിക്കേണ്ടതാണ്. അത് മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുന്നു, ഇവരൊരു പ്രൈമറി തലത്തിൽ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ ആ ഒരു അനുകരണ രീതി എന്നുള്ളത് രക്ഷിതാക്കളിൽ നിന്ന് അധ്യാപകരിലേക്ക് വ്യാപിക്കുന്നു. നമ്മൾ LP തലത്തിലൊക്കെ നോക്കിയാൽ മതി. LP തലത്തിലെ ആ കുഞ്ഞുങ്ങൾ അധ്യാപകൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് വീട്ടിൽ വന്ന് അല്ലെങ്കിൽ പൊതുവായ ചില സ്ഥലങ്ങളിൽ അഭിനയിച്ച് കാണിക്കും. ഞാനിപ്പോൾ ഇത് സൂചിപ്പിക്കാൻ കാര്യം, രക്ഷകർത്താക്കളെപ്പോലെ തന്നെ അധ്യാപകർക്കും അവർക്ക് മാതൃകയായി നടക്കാൻ തുല്യമായ ഒരു പരിഗണന അല്ലെങ്കിൽ തുല്യമായ
ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തുല്യമായ രീതിയിൽ വേണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കുറച്ചുകൂടെ വന്ന്, അതായത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു ഹൈസ്കൂൾ തലം എത്തുമ്പോൾ, ടീനേജ് ആകുമ്പോഴേക്കും ആ കുട്ടികളുടെ അനുകരണം അധ്യാപകരിൽ നിന്ന് കൂടി ഒരല്പം ഉയരുന്നു. അവർ സിനിമയിലെ നായകന്മാരെ അവരുടെ ഹീറോകളായിട്ട് മാറുന്നു. നായകന്മാർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അവരിലേക്ക് സന്നിവേശിപ്പിച്ച് അവരായി മാറാൻ, അവരുടെ വേഷം അനുകരിക്കാൻ, അവരുടെ ഹെയർ സ്റ്റൈൽ അനുകരിക്കാൻ, ഈ അനുകരണം അവരുടെ ജീവിതത്തിൽ ഉടനീളമുള്ളതാണ് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ ഈ നായകന്മാരിലേക്ക് അനുകരിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ മൂലകാരണം എന്ന് ഞാൻ ദർശിക്കുന്നു. ഒരു അധ്യാപകൻ എന്ന രൂപത്തിൽ ഇത് എല്ലാം 100% ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളിലും അങ്ങനെ ആകണമെന്നില്ല. ചിലപ്പോൾ ഒറ്റപ്പെട്ട കുട്ടികളിൽ അതല്ലാതിരിക്കാം. പക്ഷേ എങ്കിലും ആ നായകന്മാരിലേക്കുള്ള അനുകരണമാണ് ഇന്ന് കേരളം നേരിടുന്ന ഈ അക്രമങ്ങളുടെയും ലഹളകളുടെയും മയക്കുമരുന്നിൻ്റെയും ബഹുഭൂരിപക്ഷ കാരണമെന്ന് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഒരു നായകൻ എത്ര കുപ്പി മദ്യം അകത്ത് ചെന്നാലും സ്ട്രോങ്ങായി നിന്നുകൊണ്ട് ഇടിയും തൊഴിയും വെട്ടുമായി മുന്നേറുന്ന ആ നായകനെ അനുകരിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവൻ്റെ ഒരു സ്വഭാവ വൈകല്യം നമുക്ക് എങ്ങനെ ആയിത്തീരുമെന്ന് ഊഹിച്ചൂടെ? അതിനൊരു പരിഹാരമാണ് ഞാൻ നേരത്തെ പല പ്രാവശ്യം സൂചിപ്പിച്ചു, മൂലകാരണങ്ങൾ കണ്ടെത്തിയാണ് ചികിത്സിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാരണത്തിന്, നിരവധിയായ കുട്ടികൾ ഇങ്ങനെ വൈകല്യത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാരണത്തിന് എന്ത് പരിഹാരമാണ് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇതുപോലെ പല പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കെല്ലാം കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്ത് പരിഹാരം നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ, നമ്മുടെ ഏവരുടെയും ആദരണീയനായ നമ്മുടെ മിസൈൽ മാനായ APJ അബ്ദുൽ കലാം ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളോട് എത്തപ്പെടേണ്ട, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ എത്തിക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും പല പുസ്തകങ്ങളിലും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഹൈസ്കൂൾ തലത്തിൽ കുട്ടികൾ അധ്യാപകരിൽ നിന്ന് മാതൃകയായി സിനിമ നായകന്മാരിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിന് പകരമായി അവരുടെ മുന്നിൽ അനുകരണീയമായ ഒരു മാതൃക കാട്ടിക്കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായ രീതിക്ക് സാധിക്കണം. നായകന്മാരിലേക്ക് ആ കഥാപാത്രം സന്നിവേശിക്കാൻ പോകുന്ന ആ ഒരു ത്വര സ്വാഭാവികമായിട്ടും നമുക്കറിയാം. ഒരു അനുകരണീയമായ മാതൃക എന്ന് പറയുമ്പോൾ നമ്മുടെ ചരിത്ര പുരുഷന്മാരെയൊക്കെ തന്നെ നോക്കിക്കോളൂ. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഗാന്ധിജി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, രാഷ്ട്രീയ നേതാക്കന്മാരെ കൂടാതെ വ്യാവസായിക രംഗത്ത് വിജയക്കൊടി പാറിച്ച നിരവധി ആളുകൾ നമുക്കുണ്ട്. ഇപ്പം രത്തൻ ടാറ്റ ആയാലും മുകേഷ് അംബാനി ആയാലും, ഇങ്ങെന്തിന് കേരളത്തിൽ നമ്മുടെ വി-ഗാർഡിൻ്റെ അദ്ദേഹത്തെയൊക്കെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം. കൊച്ച ഹുസൈൻ ചിറ്റലപ്പള്ളി, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം, ഡിഗ്രി കഴിഞ്ഞിട്ട് അദ്ദേഹം ആ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ആ വ്യവസായ സാമ്രാജ്യം കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിലെ വിവിധങ്ങളായ തൊഴിൽ മേഖലകളിൽ തൊഴിൽ ദാതാവായി മാറുന്നതിന് അദ്ദേഹം അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പല ഇൻ്റർവ്യൂകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരു മാതൃകയാക്കി മാറ്റാനുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈ അധ്യാപകനിൽ നിന്ന് നായക പരിവേഷത്തിലേക്കുള്ള ഒരു ഓട്ടത്തിനിടയിൽ തീർച്ചയായും ഇതുപോലെയുള്ള ആളുകളിലേക്ക്, മാതൃകകളിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വിദ്യാഭ്യാസ രീതികൾ ഏതെല്ലാം മാറ്റങ്ങൾ വരുത്താമോ ഇവിടെ വെച്ച് ഹൈസ്കൂൾ തലത്തിൽ വെച്ച് ഈ മാതൃകകളെ അനുകരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇങ്ങനെയുള്ളവരെ പ്രതിഷ്ഠിക്കാൻ ആവശ്യമായ ഏതെല്ലാം രീതികൾ മാനസികമായ സൈക്കാട്രിസ്റ്റുകളൊക്കെ തന്നെയാണല്ലോ, ഈ വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെ തന്നെയാണല്ലോ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അവരുടെയൊക്കെ അനുഭവം പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, പല ഭാഗങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് അതിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാനുള്ള ഒരു ഭാഗമുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് അവരുടെ ഒക്കെ കഴിവ്, അതായത് പൂക്കളുടെ ഗന്ധം കാറ്റുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്.
അപ്പോൾ കാറ്റുള്ള ഭാഗം അവർക്ക് നേരത്തെ പറഞ്ഞ സിനിമാ നായകന്മാരിലേക്കാണെങ്കിൽ ആ കാറ്റിൻ്റെ ഗതി മാറ്റി ഇതുപോലെയുള്ള രാജ്യത്തിന് ഉപകാരപ്രദമായ ചരിത്ര പുരുഷന്മാരിലേക്കും വ്യാവസായിക പ്രമുഖരിലേക്കും ശാസ്ത്രജ്ഞന്മാരിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കാൻ ആ ഒരു കാറ്റിൻ്റെ ദിശ മാറ്റിവിടാൻ, ആ കുട്ടികളുടെ സുഗന്ധം അതിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് സാധിക്കണം. അത് ഒരുപക്ഷെ ഹൈസ്കൂൾ തലത്തിലാണ് ആരംഭിക്കേണ്ടത് എന്ന ഒരു തിരിച്ചറിവുണ്ടായി. ആ ഒരു പരിഷ്കരണം തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നാണ് ഒരു അധ്യാപകൻ എന്ന രൂപത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചു, അധ്യാപകനാണ് ഞാൻ, ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അധ്യാപകൻ വടിയെടുക്കാമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രോജക്റ്റിൻ്റെ തന്നെ പേര് അധ്യാപകൻ വടിയെടുക്കാമോ എന്നുള്ളതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അധ്യാപകൻ വടിയെടുക്കാമോ എന്നുള്ള ചോദ്യം കാലങ്ങളായിട്ട് വരുന്നു. വടിയെടുക്കാൻ പാടില്ല, മാനസികമായി കുട്ടികളെ പീഡിപ്പിക്കാൻ പാടില്ല എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ മാത്സ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ പരമാവധി 40-നും 50-നും ഇടയ്ക്ക് കുട്ടികൾ കാണും. ഈ 40-നും 50-നും ഇടയിൽ ഞാൻ 45 എന്നൊരു കണക്ക് പറയുന്നതിന് വേണ്ടി പറയാം, 45 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ. ഞാനൊരു പുതിയ ആശയം, ഒരു ഗണിത ആശയം അവരിലേക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് 45 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കുമ്പോൾ അതിലെൻ്റെ അനുഭവത്തിൽ 5 കുട്ടികൾ ആ ക്ലാസ്സിൽ പഠിച്ച ഗണിത ആശയം വീട്ടിൽ പോയി പഠിക്കുകയും അവരുടെ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുകയും, ഗണിതത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അടിസ്ഥാനം ഇരിക്കുന്നത് UP ഹൈസ്കൂൾ തലങ്ങളിലാണ്, അവരുടെ അടിസ്ഥാനം ഉറപ്പിക്കുന്നതിന് അത് ഉപയോഗിക്കുകയും ചെയ്യും 5 കുട്ടികൾ. അവർ അത് സ്വയം ചെയ്യുന്നതാണ്, നമ്മളുടെ നിർബന്ധത്തിൽ ചെയ്യുന്നതല്ല, നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിന് ശേഷം വരുന്ന രണ്ടാമതൊരു വിഭാഗം, അതാണ് ക്ലാസ്സിലെ മെജോറിറ്റി എന്ന് പറയുന്നത്. ഒരു 30-35ഓളം കുട്ടികൾ, 30 കുട്ടികളെന്ന് വെച്ചു, അല്ലെങ്കിൽ 35 കുട്ടികളെന്ന് വെച്ചു. ഈ 35 കുട്ടികളെ സംബന്ധിച്ച് ക്ലാസ്സിൽ വെച്ച് ശ്രദ്ധിക്കും. ഒരുപക്ഷെ നമ്മളുടെ സൗണ്ടിൻ്റെ ഗാംഭീര്യം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുരുട്ട് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ കൊണ്ടോ ഒക്കെ അവരത് ശ്രദ്ധിച്ചിരിക്കാം. പക്ഷേ ഇവർ വീട്ടിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയും സീരിയലുകളും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അവർ ആ പുസ്തകത്തിലേക്കുള്ള ശ്രദ്ധ മാറ്റി നിർത്തി പിറ്റേന്ന് ഹോംവർക്കുകൾ പോലും ചെയ്യാതെ സ്കൂളിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ആദ്യകാലങ്ങളിൽ നേരത്തെ വടിയെടുത്ത ഈ 2 രീതിയിലും പഠിപ്പിച്ചൊരു അധ്യാപകനാണ് ഞാൻ. നേരത്തെ നന്നായിട്ട് വടിയെടുത്ത് ഉള്ള കാലഘട്ടത്തിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വടിയെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ വഴക്ക് പറയാൻ പാടില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ആദ്യത്തെ ദിവസം നമ്മൾ ഇത് പഠിക്കാതെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ ഒരു താക്കീത് ചെയ്യും. അവരുടെ ആ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് താക്കീത് ചെയ്യും. ആ പഠിക്കാതെ വരുന്ന അവസ്ഥ തുടർന്നാൽ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം നമ്മൾ ചെറിയ ഒരു ശിക്ഷാ നടപടിയിലേക്ക് നമ്മൾ നീങ്ങും. സ്നേഹത്തെയാണ്, അവരുടെ ആ കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്, എന്തിന് എന്ന് സ്വാഭാവികമായിട്ടും അവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെറിയ ഒരു ശിക്ഷാ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ നേരത്തെ ഈ സൂചിപ്പിച്ച 30-35 കുട്ടികൾ, നേരത്തെ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ആ വിഭാഗമായ 5 കുട്ടികളിലേക്ക് എത്തുന്നത് 2-3 ദിവസത്തിനകം നമുക്ക് കാണാൻ പറ്റും. വീണ്ടും ഒരു വിഭാഗമുണ്ട്, 5 കുട്ടികൾ. ഈ 5 കുട്ടികളെ സംബന്ധിച്ച് നമ്മളിനി അവരെ ശാസിച്ചാലും അല്ലെങ്കിൽ വടിയെടുത്തുള്ള ചെറിയ ചെറിയ ശിക്ഷാ നടപടികളായാൽ പോലും അവർ ആ ഒരു തലത്തിലേക്ക് എത്തത്തില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. കാരണം അവർക്ക് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് ഗണിതമായതുകൊണ്ട് അവർക്ക് താഴത്തെ ക്ലാസ്സിലുള്ള ഗണിത ആശയങ്ങളൊന്നും തന്നെ അറിയത്തില്ലായിരിക്കാം. സ്വാഭാവികമായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾക്ക് അതിലേക്ക് കൊണ്ടുവരാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ആ ക്ലാസ്സിൽ, കാരണം നമ്മുടെ ഹൈസ്കൂൾ തലത്തിലതൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് താഴത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അവർ ആ പഠന പ്രവർത്തനത്തിൽ പങ്കെടുക്കാത്ത കുട്ടികളായിട്ടിരുന്നവർ ഒരു 5 പേർ മാത്രമേ കാണത്തുള്ളൂ. ബാക്കി എല്ലാവരെയും നമുക്ക് ആദ്യത്തെ ഒരു വിഭാഗത്തെ നേരിട്ട് അവർ തന്നെയും
രണ്ടാമത്തെ വിഭാഗത്തെ ശാസനയിലൂടെയും അതുപോലെയുള്ള ചെറിയ ശിക്ഷാ നടപടികളിലൂടെയും ആദ്യത്തെ വിഭാഗത്തോടൊപ്പം ചേർക്കുമ്പോൾ ഈ 5 പേരെ മാത്രമാണ് നമ്മൾ ആ ക്ലാസ് റൂമിൽ നടക്കുന്ന പഠന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരല്പം പിറകോട്ട് നിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്നത്തെ അവസ്ഥ ആദ്യത്തെ 5 കുട്ടികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല. പക്ഷേ അടുത്ത വരുന്ന ആ ക്ലാസ്സിലെ മെജോറിറ്റി എന്ന് പറയുന്ന 30-35 കുട്ടികളെ സംബന്ധിക്കുന്ന അവസ്ഥയാണ് പരിതാപകരം. അവരെ സംബന്ധിച്ച് നമുക്ക് അവരെ വഴക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇവനെ വഴക്ക് പറയാൻ പാടില്ല എന്ന അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പാടില്ല എന്ന അറിവ് പല ഭാഗങ്ങളിൽ നിന്ന് അവന് കിട്ടിക്കഴിഞ്ഞു. ചെറിയ ഒരു ശാസന പോലും ഒരുപക്ഷെ നമ്മളുടെ എതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവൻ വീട്ടിൽ പോയി എന്ത് പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവൻ വീട്ടിലെത്തുമോ? കാരണം ഇതെല്ലാം കാലാകാലങ്ങളിലായിട്ട് അവൻ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അധ്യാപകൻ അടിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല. അപ്പോൾ അധ്യാപകനെ ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന അധ്യാപകനെ ഏതെങ്കിലും ഞാൻ സ്കൂളിൽ നിന്നിറങ്ങി വീട്ടിലെത്തുന്നില്ല, ഒന്ന് മാറി നിൽക്കാം, അപ്പോഴേക്കും നമുക്ക് പേടിയാകും, നമ്മൾ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇന്നത്തെ അധ്യാപകർ മുഴുവൻ പോകുന്നത്. അതിൻ്റെ ഫലം എന്താ? ഈ 35 കുട്ടികൾ കൂടി 3ാമത്തെ വിഭാഗത്തിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. ഈ ആദ്യത്തെ പറഞ്ഞ 5 കുട്ടികൾ പഠിച്ചു പോകുമ്പോൾ എണ്ണമൊക്കെ ചെറിയ വ്യത്യാസം കൊണ്ടാകാം, 5 എന്നുള്ളത് 4, 5 ആ രീതിയിലാകാം. ഞാനെങ്കിലും അത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയാം. 5 കുട്ടികൾ കൃത്യമായ ആ പാഠഭാഗങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മെജോറിറ്റി കുട്ടികൾ ആ താഴത്തെ നിലവാരത്തിലേക്ക് എത്തുകയും അവിടെ എണ്ണം കൂടി വരികയും ആ സ്വാഭാവികമായിട്ടും പഠന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ ചെറിയ ചെറിയ അക്രമ സംഭവങ്ങളിലേക്ക്, സ്കൂൾ വിട്ടുപോകുമ്പോൾ വരുന്ന അക്രമ സംഭവങ്ങളിലേക്ക്, സ്കൂളിനകത്തുള്ള അക്രമ സംഭവങ്ങളിലേക്ക്, സ്വാഭാവികമായിട്ടും അക്രമത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് മയക്കുമരുന്ന്. മയക്കുമരുന്നിൻ്റെ ഒരു പരിണിത ഫലമാണ് അക്രമം. ഇത് രണ്ടും കൈകോർത്ത് നിൽക്കുകയാണ്. അപ്പോൾ മെജോറിറ്റി കുട്ടികൾ ഈ പഠന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവർ ഈ 2ാമത്തെ വിഭാഗത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണിപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതാണ് നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടത്. അധ്യാപകനെ ഈ 2ാം വിഭാഗത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ 1ാമത്തെ വിഭാഗത്തിലേക്ക് എത്തിക്കണോ, അതേ 3ാമത്തെ വിഭാഗത്തിലേക്ക് തഴയപ്പെടണോ? ഇതാണ് സമൂഹം ചർച്ച ചെയ്യേണ്ടത്. ഈ കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1ാമത്തെ വിഭാഗത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അവരവരുടെ കാര്യം നോക്കിക്കോളും. പക്ഷേ മെജോറിറ്റി 2ാം വിഭാഗമാണ്. ഇതിനുള്ള ഒരവസരം ഒരധ്യാപകൻ എന്ന രൂപത്തിൽ ഞാൻ സമൂഹത്തോട്, രക്ഷകർത്താക്കളോട് ഒരു പുനർചിന്തനത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. അവരെ തല്ലിച്ചതയ്ക്കാനല്ല, അവരെ ഒരു കാരണവശാലും ക്രൂരമായി മർദ്ദിക്കാനല്ല. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവാം, അതിനെതിരെ തീർച്ചയായും നടപടികൾ വേണം, അതിന് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ അല്ലാതെ അവരെ സ്വഭാവ രൂപീകരണത്തിനായാലും അവരുടെ പഠനത്തിൻ്റെ പുരോഗതിക്കായാലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചെറിയ ശിക്ഷാ നടപടികൾക്ക് ഉള്ള അനുവാദം ഇപ്പോൾ ഹൈക്കോടതി പോലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അധ്യാപകൻ വടിയെടുക്കട്ടെ എന്ന അവസ്ഥയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ളൊരവസരം തീർച്ചയായും സമൂഹം തരണം എന്ന് ഉള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ മീഡിയയിലൂടെ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഞാൻ മയക്കുമരുന്നിൻ്റെ എല്ലാ തലങ്ങളിലെയും കാരണങ്ങൾ കണ്ടെത്തുക അല്ല ചെയ്തത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് വരുന്ന 1-2 കാര്യങ്ങൾ കണ്ടെത്തുകയും അതിന് എനിക്ക് ഉള്ള നിർദ്ദേശങ്ങൾ, സ്വാഭാവികമായിട്ടും ഈ നിർദ്ദേശങ്ങൾക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തു നിന്നും ചർച്ചകൾ നടക്കണം, പല അഭിപ്രായങ്ങൾ ഉണ്ടാകണം. ഈ അഭിപ്രായങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് വേണം. ഇപ്പോൾ ഒരാളുടെ അഭിപ്രായം തന്നെ 100% ശരിയാകണമെന്നില്ല. എല്ലാ അഭിപ്രായങ്ങളും പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സമന്വയ സ്വഭാവത്തോടു കൂടി ഒരെണ്ണം ഉണ്ടായി ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേരായ മാർഗത്തിൽ നയിക്കുന്നതിനുള്ള ഒരു കർത്തവ്യമാണ് ഇനി നമ്മൾ ഏറ്റെടുക്കേണ്ടത്. കേരള പ്രൈം ടുഡേ ഏറ്റെടുത്ത ഈ കർത്തവ്യത്തിന്, ഈ ക്യാമ്പയിന് ഒരിക്കൽ കൂടെ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട്, എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിനുള്ള ഒരു അവസരം നമ്മളുടെ കയ്യിലാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.